നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ആണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് സി പ്രോഗ്രാമിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പ്രോഗ്രാമിങ്ങിലോട്ട് താല്പര്യമുള്ളവർ ഈ ഒരു സി ലാംഗ്വേജ് എന്തായാലും പഠിച്ചിരിക്കണം. അതായത് ഇത് കുറച്ച് പഴയതാണെങ്കിലും ഈ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജിൻ്റെയും ഒരു ബേസ് സെറ്റായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൻ്റെ ഡെവലപ്പറിനെയും പേർപ്പസും നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഡെനിസ് റിച്ചി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. 1972 ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡാറ്റാബേസ്, ഡിവൈസ് ഡ്രൈവർ, കമ്പൈലേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിങ്ങിൻ്റെ കീവേഡ്സ് ആണ്. കീവേഡ്സ് മീൻസ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതായത് പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് റിസർവ്ഡ് ആയിട്ട്, അതായത് ഓരോരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ച വേർഡ്സ് ആണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഏകദേശം 32 കീവേഡ്സ് ഉണ്ട് നമ്മളെ സി പ്രോഗ്രാമിങ്ങിൽ. അത് ഞാൻ അവിടെ ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ, ബ്രേക്ക്, കേസ്, ചാർ, കോൺസ്റ്റ്, കണ്ടിന്യൂ, ഡിഫോൾട്ട്, വോളറ്റൈൽ, ഡബിൾ, എൽസ്, എനം, എക്സ്റ്റേൺ, ഫ്ലോട്ട്, ഫോർ, ഗോട്ടോ, ഡു, ഇൻറ്റ്, ലോങ്, രജിസ്റ്റർ, റിട്ടേൺ, ഷോർട്ട്, സൈൻഡ്, ഇഫ്, സ്റ്റാറ്റിക്, സ്ട്രക്ട്, സ്വിച്ച്, ടൈപ്പ്, ഡെഫ്, യൂണിയൻ, അൺസൈൻഡ്, വോയിഡ്, സൈസ് ഓഫ്, വൈൽ. ഇത്രയും കീവേഡ്സ് ആണ്. ടോട്ടൽ 32 കീവേഡ്സ് ഉണ്ട്. ഇത് ഞാൻ ആൽഫബറ്റിക് ഓർഡറിലാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ചിട്ട് അങ്ങ് പഠിച്ചോളും. ഓക്കെ, പിന്നെ ഞാനീ വായിച്ചത് അതിൻ്റെ ഫുൾ നെയിം അല്ല, അത് ഞാൻ ജസ്റ്റ് പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്നാണ് വായിച്ചത്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ സി പ്രോഗ്രാമിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് തന്നെ ഒരു സോഴ്സ് കോഡ് ഉണ്ടാകും. അതായത് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അതിനാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുക. അപ്പം ഈ സോഴ്സ് കോഡ് main.c അത്തരത്തിലൊരു ഫയൽ ഫോർമാറ്റിലാണ് എടുക്കുക. .c ഫോർമാറ്റിലാണ് നമ്മളെ സി പ്രോഗ്രാമിങ്ങിൻ്റെ സോഴ്സ് കോഡ് കിടപ്പുണ്ടാവുക. ഇതൊരു ഹ്യൂമൻ റീഡബിൾ ആണ്, നമുക്ക് മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഒരു ഇംഗ്ലീഷ് ലൈക്ക് സ്ട്രക്ചറാണ് ഇതിനുണ്ടാവുക. ഓക്കെ, അപ്പം ഇത് നമ്മളെ മെഷീൻ ഒരിക്കലും വായിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനാകെ മനസ്സിലാവുന്നത് വെച്ചാൽ 0 1 ബൈനറി ഡിജിറ്റ് എന്ന് പറയും. 0 and 1 ആണ് നമ്മളെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. അപ്പം നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഈ സോഴ്സ് കോഡിനെ കമ്പൈലേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലോട്ട് കടത്തും. അപ്പോൾ ഈ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന രീതിയിലോട്ട് നമ്മളെ ഈ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിന് ശേഷം ആ കൺവേർട്ട് ചെയ്തത് എക്സിക്യൂട്ട് ചെയ്യും. ഇത്തരത്തിലാണ് നമ്മളെ സി പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോഡ് എഡിറ്ററും വേണം. പിന്നെ ഇത് കമ്പൈൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കമ്പൈലറും വേണം. ഈ 2 കാര്യങ്ങളും കൂടി ചേർന്നാലാണ് നമുക്കൊരു IDE ലഭിക്കുന്നത്. അതായത് IDE പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്പിംഗ് എൻവയറമെൻ്റ് എന്നാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു IDE സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഒരു എൻവയറമെൻറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം.